പെരിങ്ങത്തൂർ NAMHSSലെ ഫസ്റ്റ് സ്പെല്ല് ടീച്ചിങ് പ്രാക്ടീസിന് ശേഷം ഞാൻ പോയത് തലശ്ശേരി തിരുവങ്ങാട് ഗേൾസ് സ്കൂളിലേക്കായിരുന്നു. NAM സ്കൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു തിരുവങ്ങാട് സ്കൂളിൽ ഞാൻ കണ്ടത്. 7 A ക്ലാസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അവിടെ മലയാളം മീഡിയത്തിൽ സയൻസ് ആയിരുന്നു പഠിപ്പിക്കേണ്ടിയിരുന്നത്. ബോറടി മാറ്റാൻ ഞാൻ പിള്ളേരെ കൊണ്ട് ഇടയ്ക്ക് പാട്ടെല്ലാം പാടിച്ചിരുന്നു. എനിക്കവിടെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് 15 ലെസൺ പ്ലാൻ എടുക്കാനുള്ളൂ. ഫ്രീ പീരീഡ് കിട്ടുമ്പോഴെല്ലാം ക്ലാസ്സിലേക്ക് പോകാണ്ട് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് പാട്ടൊക്കെ ഞാൻ പാടിക്കാറുണ്ട്. പിള്ളേർക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുടെ കഴിവെല്ലാം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുട്ടീൻ്റെ മോണോ ആക്ടിൻ്റെ ഭാഗങ്ങളെല്ലാം ഞാൻ കുറച്ച് മുന്നേ ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഇപ്പം 1 കൊല്ലം കഴിഞ്ഞ്. കുട്ടികളെല്ലാം ഇപ്പം 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് പല തിരക്കുകളായതുകൊണ്ടാണ് എനിക്കിതിൻ്റെ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടും കുറച്ച് കാലമായി. ഇപ്പോഴാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചെക്കനെല്ലാം നല്ല അടിപൊളിയായിട്ട് കഥ എഴുതും. ഇവരെ ക്ലാസ്സിലെ പിള്ളേരെ ഇരട്ടപ്പേരെല്ലാം വെച്ചിട്ട് ചെക്കൻ അടിപൊളി കഥ എഴുതി. അതുകൊണ്ട് ഞാൻ ഒരു ഗിഫ്റ്റെല്ലാം വാങ്ങിക്കൊടുത്തു. ഇനി ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കഥ എഴുതൂല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല എന്തുണ്ട്. ഇതാണ് നീലാഞ്ജന മോണാക്ട് കളിച്ച് കൂട്ടി. ഇതാണ് പിള്ളേരെല്ലാം ഭാവിയിൽ വലിയ നിലകളിലേക്ക് എത്തിച്ചേരട്ടെ. അപ്പം ഇതെല്ലാം പണ്ടത്തെ ഒരു ഓർമ്മയായിട്ട് ഇവിടെ കിടക്കുമല്ലോ, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിടുന്നത്. പാഠഭാഗത്തിൽ പെരിസ്കോപ്പിനെ പറ്റിയും കാൾഡോസ്കോപ്പിനെ പറ്റിയെല്ലാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പെരിസ്കോപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുത്തു. പിള്ളേരെല്ലാം നല്ല സപ്പോർട്ടാണ്. എനിക്ക് എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു തന്നത് പിള്ളേർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർ അത് കണ്ടിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ഓർമ്മയുണ്ടോ, പേര് മറന്നോ എന്നൊന്നും എനിക്കറിയില്ല. പിള്ളേരെന്തായാലും വളരെ പെട്ടെന്ന് വളരും. ചിലപ്പോൾ എന്നെ മറന്നുപോലും ചെയ്യും. പക്ഷേ നമുക്ക് ഈ കാലഘട്ടം എപ്പോൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൂക്ഷിക്കാമല്ലോ. അതിനിടയിൽ വളരെ രസകരമായ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിലെ കുട്ടി, ഇത് LKGയിലെ കുട്ടിയാണ്, എനിക്ക് ഒരു പെന്നെല്ലാം ഗിഫ്റ്റായിട്ട് കൊണ്ടുത്തന്നു. ഞാൻ ആ കുട്ടീനെ ആ പെന്ന് വെച്ചിട്ട് വരച്ച് കൊണ്ട് കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ അക്കൗണ്ട് സ്ക്രോൾ ചെയ്ത് 1 വർഷം പിന്നിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസെല്ലാം കാണാൻ പറ്റും. വെറും 12 ദിവസം മാത്രമേ എനിക്ക് അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ പോകാമെന്നുള്ള ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേർ കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. സംഭവം ടീച്ചേഴ്സൊന്നും അറിയാണ്ടാണ് പരിപാടികളെല്ലാം എക്സിക്യൂട്ട് ചെയ്തത്. അതെല്ലാം ഡിസ്പോസ് ചെയ്തതും പിള്ളേർ തന്നെയായിരുന്നു. ഇതിൽ ചിലർ എൻ്റെ അടിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് തന്നെയാണ് ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം ഭയങ്കര ആവേശം. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ LKG തൊട്ടിട്ട് +2 വരെയുള്ള പിള്ളേർ എല്ലാവരും പഠിക്കുന്നത് ഒരേ കോമ്പൗണ്ടിലാണ്, ഒരേ സ്കൂൾ. അവിടെ ഒരു വേർതിരിവോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഹൈസ്കൂളിന് മുകളിലോട്ട് 8ാം ക്ലാസ് മുതൽ +2 വരെ ഉള്ളത് ഫുള്ള് ഗേൾസാണ്. പക്ഷേ ഇനി അടുത്ത കൊല്ലം തൊട്ടിട്ട് ഇപ്പോൾ 7ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ബോയ്സ് അടുത്ത 8ാം ക്ലാസ്സിലേക്ക് അങ്ങനെ പാസ്സായിട്ട് പോകും. അങ്ങനെ അത് ഒരു 2-3 കൊല്ലം കൊണ്ട് ജനറൽ സ്കൂളായിട്ട് മാറും. പിള്ളേർ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് ക്ലാസ്സൊക്കെ ക്ലീൻ ചെയ്തത്. അതിനുശേഷം ഞാൻ ആ കുട്ടീനെ വരച്ചത്, അതായത് ആ 1ാം ക്ലാസ്സിലെ LKGയിലെ കുട്ടീനെ വരച്ചത് ആ കുട്ടിയുടെ ഏച്ചി ക്ലാസ്സിലുള്ളതുകൊണ്ട് അവളെ ആ ചിത്രം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ക്ലാസ്സിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ കുട്ടികൾക്ക് വിഷമാവില്ലെന്ന് വെച്ചിട്ട് അവരെ ഏച്ചീനെ ഞാനിത് ഏൽപ്പിച്ചു. ഇതായിരുന്നു ആ സ്കൂളിലെ ലാസ്റ്റ് ദിവസം. അപ്പം നമ്മളെല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. കുറേ ആൾക്കാർ കരയുന്നെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റാ സമാധാനിപ്പിക്കണ്ടേ. ഏതായാലും ഒരു 12 ദിവസം, ആ ഒരു 12 ദിവസം കൊണ്ട് തന്നെ നല്ല അറ്റാച്ച്മെൻറ്റ് എനിക്ക് ആ കുട്ടികളോടുണ്ടായിരുന്നു. പിന്നീട് ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രം എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ അയാളെയും കണ്ടിട്ടുണ്ട്. ടീച്ചിങ് പ്രാക്ടീസിന് ശേഷം ഞാൻ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കെല്ലാം ഈ സ്കൂളിൻ്റെ ഭാഗത്തെത്തും ഇങ്ങനെ നോക്കും, അറിയുന്ന പിള്ളേർ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ഇടയ്ക്ക് ഓരോരുത്തരെ കാണുന്നല്ലാണ്ട് അവരെന്നെ കാണാറൊന്നുമില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇവരൊക്കെ പല വഴിക്കെത്തി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പോയ കാലത്തിൻ്റെ നല്ല ഓർമ്മകൾ അവർക്ക് ഇവിടെ നിന്ന് കിട്ടും. ആ ഓർമ്മകൾ തന്നെയാണ് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം.